അധ്യായം 11. ഹൂദ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 123. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. كتاب أحكمت آياته ثم فصلت من لدن حكيم خبير. അലിഫ് ലാം റാ. ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഇതിലെ വചനങ്ങൾ സുഭദ്രമാക്കിയിരിക്കുന്നു. പിന്നെ അവയെ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. യുക്തിമാനും സൂക്ഷ്മജ്ഞനുമായ അല്ലാഹുവിൽ നിന്നുള്ളതാണിത്. അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ് ഇന്നനീ ലകും മിൻഹു നദീറുൻ വബശീർ. അതിനാൽ നിങ്ങൾ അല്ലാഹുവിന് മാത്രം വഴിപ്പെടുക. ഞാൻ നിങ്ങളിലേക്ക് അവനയച്ച മുന്നറിയിപ്പുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ്. وَأَنِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُمَتِّعْكُمْ مَتَاعًا حَسَنًا إِلَى أَجَلٍ مُّسَمًّى وَيُؤْتِ كُلَّ ذِي فَضْلٍ فَضْلَهُ وَإِن تَوَلَّوْا فَإِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ كَبِيرٍ. നിങ്ങൾ നിങ്ങളുടെ നാഥനായ അല്ലാഹുവോട് പാപമോചനം തേടുക. അവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. എങ്കിൽ ഒരു നിശ്ചിത കാലം വരെ അവൻ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവം നൽകും. ശ്രേഷ്ഠത പുലർത്തുന്നവർക്ക് തങ്ങളുടെ ശ്രേഷ്ഠതയ്ക്കൊത്ത പ്രതിഫലമുണ്ട്. അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ ഭീകരമായ ഒരു നാളിലെ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇലല്ലാഹി മർജിഉകും വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങളുടെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. അവൻ എല്ലാറ്റിനും കഴിവുറ്റവനാണ്. അലാ ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫൂ മിൻഹു ألا حين يستغشون ثيابهم يعلم ما يسرون وما يعلنون إنه عليم بذات الصدور. അറിയുക, അവനിൽ നിന്ന് മാറി നിൽക്കാനായി അവർ തങ്ങളുടെ മാറുകൾ തിരിക്കുന്നു. എന്നാൽ ഓർക്കുക, അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ട് മൂടുമ്പോഴും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അവൻ അറിയുന്നു. നെഞ്ചകത്തുള്ളതൊക്കെ അറിയുന്നവനാണവൻ, തീർച്ച. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആഹാരം അല്ലാഹുവിന്റെ ചുമതലയിലാണ്. അവ എവിടെ കഴിയുന്നുവെന്നും അവസാനം എവിടേക്കാണ് എത്തിച്ചേരുന്നതെന്നും അവൻ അറിയുന്നു. എല്ലാം സുവ്യക്തമായ ഒരു ഗ്രന്ഥത്തിലുണ്ട്. വഹുവല്ലദീ ഖലഖസ്-സമാവാതി വൽ-അർദ ഫീ സിത്തതി അയ്യാമിൻ വകാന അർശുഹു അലൽ മാഇ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ وَلَئِن قُلْتَ إِنَّكُمْ مَبْعُوثُونَ مِنْ بَعْدِ الْمَوْتِ لَيَقُولَنَّ الَّذِينَ كَفَرُوا إِنْ هَذَا إِلَّا سِحْرٌ مُبِينٌ. 6 നാളുകളിലായി ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അവനാണ്. അവന്റെ സിംഹാസനം
ജലപ്പരപ്പിലായിരുന്നു. നിങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നത് ആരെന്ന് പരീക്ഷിക്കാനാണത്. മരണശേഷം നിങ്ങളെ ഉയിർത്തെഴുന്നേൽപ്പിക്കുമെന്ന് നീ പറഞ്ഞാൽ അവരിലെ അവിശ്വാസികൾ പറയും, ഇത് സ്പഷ്ടമായ മായാജാലം മാത്രമാണ്. وَلَئِنْ أَخَّرْنَا عَنْهُمُ الْعَذَابَ إِلَى أُمَّةٍ مَّعْدُودَةٍ لَيَقُولُنَّ مَا يَحْبِسُهُ أَلَا يَوْمَ يَأْتِيهِمْ لَيْسَ مَصْرُوفًا عَنْهُمْ وَحَاقَ بِهِم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. ഒരു നിശ്ചിത അവധി വരെ നാം അവരുടെ ശിക്ഷ വൈകിച്ചാൽ അവരിങ്ങനെ പറയും, അതിനെ തടഞ്ഞു നിർത്തിയതെന്താണ്? അറിയുക, അത് വന്നെത്തുന്ന ദിവസം ഒരു നിലയ്ക്കും അവരിൽ നിന്നത് തട്ടിമാറ്റപ്പെടുന്നതല്ല. ഏതൊന്നിനെ അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുവോ അതവരിൽ വന്നു പതിക്കുക തന്നെ ചെയ്യും. وَلَئِنْ أَذَقْنَا الْإِنسَانَ مِنَّا رَحْمَةً ثُمَّ نَزَعْنَاهَا مِنْهُ إِنَّهُ لَيَئُوسٌ كَفُورٌ. നാം മനുഷ്യനെ നമ്മിൽ നിന്നുള്ള അനുഗ്രഹം ആസ്വദിപ്പിക്കുകയും പിന്നെ അത് എടുത്തു മാറ്റുകയും ചെയ്താൽ അവൻ വല്ലാതെ നിരാശനും നന്ദികെട്ടവനുമായിത്തീരുന്നു. وَلَئِنْ أَذَقْنَاهُ نَعْمَاءَ بَعْدَ ضَرَّاءَ مَسَّتْهُ لَيَقُولَنَّ ذَهَبَ السَّيِّئَاتُ عَنِّي إِنَّهُ لَفَرِحٌ فَخُورٌ. അഥവാ നാം അവനെ ദുരന്തം അനുഭവിപ്പിച്ച ശേഷം അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അവൻ പറയും, എന്റെ ദുരന്തങ്ങളൊക്കെ പോയി മറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ ആഹ്ലാദഭരിതനും അഹങ്കാരിയുമായിത്തീരുന്നു. ഇല്ലല്ലദീന സ്വബറൂ വഅമിലുസ് സ്വാലിഹാതി ഉലൈക ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. സഹനം അവലംബിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാണ് പാപമോചനം, മഹത്തായ പ്രതിഫലവും. فَلَعَلَّكَ تَارِكٌ بَعْضَ مَا يُوحَى إِلَيْكَ وَضَائِقٌ بِهِ صَدْرُكَ أَن يَقُولُوا لَوْلَا أُنزِلَ عَلَيْهِ كَنزٌ أَوْ جَاءَ مَعَهُ مَلَكٌ إِنَّمَا أَنْتَ نَذِيرٌ وَاللَّهُ عَلَى كُلِّ شَيْءٍ وَكِيلٌ. ഇയാൾക്ക് ഒരു നിധി ഇറക്കിക്കൊടുക്കാത്തതെന്ത്? അല്ലെങ്കിൽ ഇയാളോടൊപ്പം ഒരു മലക്ക് വരാത്തതെന്ത്? എന്നൊക്കെ അവർ പറയുന്നത് കാരണം നിനക്ക് ബോധനമായി ലഭിച്ച സന്ദേശങ്ങളിൽ ചിലത് വിശദീകരിക്കാതെ വിട്ടുകളയാൻ നിനക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ അതുവഴി നിനക്ക് മനോവിഷമമുണ്ടായേക്കാം. എന്നാൽ നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അല്ലാഹുവോ സർവസംഗതികൾക്കും ചുമതലപ്പെട്ടവനും. أَمْ يَقُولُونَ افْتَرَاهُ قُلْ فَأْتُوا بِعَشْرِ سُوَرٍ مِثْلِهِ مُفْتَرَيَاتٍ وَادْعُوا مَنِ اسْتَطَعْتُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. അതല്ല, ഇത് ഇദ്ദേഹം കെട്ടിച്ചമച്ചതാണെന്നാണോ അവർ വാദിക്കുന്നത്? പറയുക, എങ്കിൽ ഇതുപോലുള്ള 10 അധ്യായം നിങ്ങൾ കെട്ടിച്ചമച്ചു കൊണ്ടുവരിക. അതിനായി അല്ലാഹുവൊഴികെ നിങ്ങൾക്ക് കിട്ടാവുന്നവരെയൊക്കെ വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. فَإِن لَّمْ يَسْتَجِيبُوا لَكُمْ فَاعْلَمُوا أَنَّمَا أُنزِلَ بِعِلْمِ اللَّهِ وَأَن لَّا إِلَٰهَ إِلَّا هُوَ فَهَلْ أَنتُم مُّسْلِمُونَ.
അഥവാ അവർ നിങ്ങളുടെ വെല്ലുവിളിക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അറിയുക, അല്ലാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അവനല്ലാതെ ദൈവമില്ല. ഇനിയെങ്കിലും നിങ്ങൾ മുസ്ലിങ്ങളാവുന്നുണ്ടോ? من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. ആരെങ്കിലും ഐഹിക ജീവിതവും അതിന്റെ ആർഭാടങ്ങളും മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം അവരുടെ കർമ്മഫലങ്ങളൊക്കെ ഇവിടെ വെച്ചു തന്നെ പൂർണ്ണമായി നൽകും. അതിലവർക്കൊട്ടും കുറവ് വരുത്തില്ല. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. എന്നാൽ പരലോകത്ത് നരകത്തീ മാത്രമാണവർക്കുണ്ടാവുക. അവരിവിടെ ചെയ്തു കൂട്ടിയതൊക്കെയും നിഷ്ഫലമായിരിക്കുന്നു. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെല്ലാം പാഴ്വേലകളായി പരിണമിച്ചിരിക്കുന്നു. أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون. ഒരാൾക്ക് തന്റെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് ലഭിച്ചു. അതേ തുടർന്ന് തന്റെ നാഥനിൽ നിന്നുള്ള ഒരു സാക്ഷി അയാൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. അതിനു മുമ്പേ മാതൃകയും ദിവ്യാനുഗ്രഹവുമായി മൂസായ്ക്ക് ഗ്രന്ഥം വന്നെത്തിയിട്ടുമുണ്ട്. ഇയാളും ഭൗതിക പൂജകരെപ്പോലെ അത് തള്ളിക്കളയുമോ? അവരതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. എന്നാൽ വിവിധ വിഭാഗങ്ങളിൽ ആരെങ്കിലും അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അവരുടെ വാഗ്ദത്ത സ്ഥലം നരകത്തീയായിരിക്കും. അതിനാൽ നീ ഇതിൽ സംശയിക്കരുത്. തീർച്ചയായും ഇത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. എന്നിട്ടും ജനങ്ങളിലേറെ പേരും വിശ്വസിക്കുന്നില്ല. ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കിയവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? അവർ തങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ കൊണ്ടുവരപ്പെടും. അപ്പോൾ സാക്ഷികൾ പറയും, ഇവരാണ് തങ്ങളുടെ നാഥന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവർ. അറിയുക, അക്രമികളുടെ മേൽ അല്ലാഹുവിന്റെ കൊടിയ ശാപമുണ്ട്. الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തടയുന്നവരും അവന്റെ വഴി വികലമാക്കാൻ ആഗ്രഹിക്കുന്നവരുമാണവർ, പരലോകത്തെ തള്ളിപ്പറയുന്നവരും. أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون. അവർ ഈ ഭൂമിയിൽ അല്ലാഹുവെ തോൽപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല. അല്ലാഹുവല്ലാതെ അവർക്ക് മറ്റു രക്ഷകരില്ല. അവർക്ക് ഇരട്ടി ശിക്ഷയുണ്ട്. അവർക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല.
അവരൊന്നും കണ്ടറിയുന്നവരുമായിരുന്നില്ല. أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون. തങ്ങൾക്കു തന്നെ നഷ്ടം വരുത്തിവച്ചവരാണവർ. അവർ കെട്ടിച്ചമച്ചിരുന്നതെല്ലാം അവരിൽ നിന്ന് ഏറെ അകന്നു പോയിരിക്കുന്നു. لا جرم أنهم في الآخرة هم الأخسرون. സംശയമില്ല, അവർ തന്നെയാണ് പരലോകത്ത് പരാജയപ്പെട്ടവർ. إن الذين آمنوا وعملوا الصالحات وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ നാഥങ്കലേക്ക് വിനയത്തോടെ തിരിച്ചു ചെല്ലുകയും ചെയ്തവരാണ് സ്വർഗാവകാശികൾ. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. مثل الفريقين كالأعمى والأصم والبصير والسميع هل يستويان مثلا أفلا تذكرون. ഈ രണ്ടു വിഭാഗത്തിന്റെ ഉപമ ഇவ்விധമത്രേ. ഒരുവൻ അന്ധനും ബധിരനും, അപരൻ കാഴ്ചയും കേൾവിയുമുള്ളവനും. ഈ ഉപമയിലെ ഇരുവരും ഒരുപോലെയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ? وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ إِنِّي لَكُمْ نَذِيرٌ مُبِينٌ. നൂഹിനെ നാം തന്റെ ജനതയിലേക്ക് അയച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാണ്. أَلَّا تَعْبُدُوا إِلَّا اللَّهَ إِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ أَلِيمٍ. നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ വഴിപ്പെടരുത്. വേദനയേറിയ ശിക്ഷ ഒരു നാൾ നിങ്ങൾക്കുണ്ടാവുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, ഞങ്ങളുടെ നോട്ടത്തിൽ നീ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഞങ്ങളിലെ നിസ്സാരന്മാർ മാത്രമാണ് കാര്യവിചാരമില്ലാതെ നിന്നെ പിന്തുടർന്നതായി ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെക്കാളേറെ ഒരു ശ്രേഷ്ഠതയും നിങ്ങളിൽ ഞങ്ങൾ കാണുന്നില്ല. മാത്രമല്ല, നിങ്ങൾ കള്ളവാദികളാണെന്ന് ഞങ്ങൾ കരുതുന്നു. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള സ്പഷ്ടമായ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നവനാണ്. അവൻ തന്റെ അനുഗ്രഹം എനിക്ക് തന്നിരിക്കുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ്? നിങ്ങൾക്കതിഷ്ടമില്ലാതിരിക്കെ നിങ്ങളത് അംഗീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുകയോ? وَيَا قَوْمِ لَا أَسْأَلُكُمْ عَلَيْهِ مَالًا إِنْ أَجْرِيَ إِلَّا عَلَى اللَّهِ وَمَا أَنَا بِطَارِدِ الَّذِينَ آمَنُوا إِنَّهُمْ مُلَاقُو رَبِّهِمْ وَلَكِنِّي
أراكم قوما تجهلون. എന്റെ ജനമേ, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് സ്വത്തൊന്നും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം അല്ലാഹുവിങ്കിൽ മാത്രമാണ്. വിശ്വസിച്ചവരെ ആട്ടിയകറ്റുന്നവനല്ല ഞാൻ. തീർച്ചയായും അവർ തങ്ങളുടെ നാഥനുമായി സന്ധിക്കും. എന്നാൽ നിങ്ങളെ തികഞ്ഞ അവിവേകികളായാണ് ഞാൻ കാണുന്നത്. وَيَا قَوْمِ مَنْ يَنْصُرُنِي مِنَ اللَّهِ إِنْ طَرَدتُّهُمْ أَفَلَا تَذَكَّرُونَ. എന്റെ ജനമേ, ഞാൻ അവരെ ആട്ടിയകറ്റിയാൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ആരാണെന്നെ രക്ഷിക്കുക? നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കുന്നില്ലേ? وَلَا أَقُولُ لَكُمْ عِنْدِي خَزَائِنُ اللَّهِ وَلَا أَعْلَمُ الْغَيْبَ وَلَا أَقُولُ إِنِّي مَلَكٌ وَلَا أَقُولُ لِلَّذِينَ تَزْدَرِي أَعْيُنُكُمْ لَن يُؤْتِيَهُمُ اللَّهُ خَيْرًا اللَّهُ أَعْلَمُ بِمَا فِي أَنفُسِهِمْ إِنِّي إِذًا لَّمِنَ الظَّالِمِينَ. അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ വശമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അഭൗതിക കാര്യങ്ങൾ അറിയുകയുമില്ല. ഞാൻ മലക്കാണെന്ന് വാദിക്കുന്നുമില്ല. നിങ്ങളുടെ കണ്ണിൽ നിസാരരായി കാണുന്നവർക്ക് അല്ലാഹു യാതൊരു ഗുണവും നൽകുകയില്ല എന്ന് പറയാനും ഞാനില്ല. അവരുടെ മനസ്സുകളിലുള്ളത് നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. ഇതൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിക്രമികളിൽപ്പെട്ടവനായിത്തീരും തീർച്ച. قالوا يا نوح قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين. അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു, വളരെ കൂടുതലായി തർക്കിച്ചു. അതിനാൽ നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവരിക, നീ സത്യവാദിയാണെങ്കിൽ. قال إنما يأتيكم به الله إن شاء وما أنتم بمعجزين. നൂഹ് പറഞ്ഞു, അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ അവൻ തന്നെയാണ് നിങ്ങൾക്കത് കൊണ്ടുവരിക. അപ്പോഴവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ولا ينفعكم نصحي إن أردت أن أنصح لكم إن كان الله يريد أن يغويكم هو ربكم وإليه ترجعون. അല്ലാഹു നിങ്ങളെ വഴിതെറ്റിച്ചു കളയാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ എത്ര ഉപദേശിച്ചാലും ആ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അവനാണ് നിങ്ങളുടെ നാഥൻ, അവങ്കലേക്കാണ് നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത്. أم يقولون افتراه قل إن افتريته فعلي إجرامي وأنا بريء مما تجرمون. നബിയെ, അതല്ല, അയാളിത് സ്വയം കെട്ടിച്ചമച്ചതാണെന്നാണോ അവർ പറയുന്നത്? പറയുക, ഞാനത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എന്റെ പാപത്തിന്റെ ദോഷഫലം എനിക്കു തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളിൽ നിന്ന് ഞാൻ തീർത്തും മുക്തനാണ്. وأوحي إلى نوح أنه لن يؤمن من قومك إلا من قد آمن أنه لن يؤمن من قومك إلا من قد آمن فلا تبتئس بما كانوا يفعلون. നൂഹിന് ദിവ്യസന്ദേശം ലഭിച്ചു. നിന്റെ ജനതയിൽ ഇതുവരെ വിശ്വസിച്ചു കഴിഞ്ഞവരല്ലാതെ ഇനി ആരും വിശ്വസിക്കുകയില്ല. അതിനാൽ
അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നീ സങ്കടപ്പെടേണ്ടതില്ല. واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون. നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശമനുസരിച്ചും നീ കപ്പലുണ്ടാക്കുക. അക്രമം കാണിച്ചവരുടെ കാര്യത്തിൽ നീ എന്നോടൊന്നും പറയരുത്, അവർ മുങ്ങിച്ചാവുക തന്നെ ചെയ്യും. ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه قال إن تسخروا منا فإنا نسخر منكم كما تسخرون. അദ്ദേഹം കപ്പലുണ്ടാക്കുന്നു. ആ ജനതയിലെ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിനരികിലൂടെ നടന്നുപോയപ്പോഴെല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നു. ഒരു നാൾ നിങ്ങൾ പരിഹസിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കും. فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുകയെന്നും സ്ഥിരമായ ശിക്ഷ ആരുടെ മേലാണ് വന്ന് പതിക്കുകയെന്നും നിങ്ങൾ വൈകാതെ അറിയും. حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول ومن آمن وما آمن معه إلا قليل. അങ്ങനെ നമ്മുടെ വിധി വന്നു. അടുപ്പിൽ ഉറവ പൊട്ടി. അപ്പോൾ നാം പറഞ്ഞു, എല്ലാ ജന്തുവർഗത്തിൽ നിന്നും ഈ 2 ഇണകളെ അതിൽ കയറ്റുക. നിന്റെ കുടുംബത്തെയും നേരത്തെ തീരുമാനപ്രഖ്യാപനം ഉണ്ടായവരെയൊഴികെ വിശ്വസിച്ചവരെയും കയറ്റുക. വളരെ കുറച്ചു പേരല്ലാതെ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരായി ഉണ്ടായിരുന്നില്ല. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അതിൽ കയറുക, അതിന്റെ നീക്കവും നിൽപ്പുമെല്ലാം അല്ലാഹുവിന്റെ നാമത്തിലാണ്. എന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. പർവ്വതങ്ങൾ പോലുള്ള തിരമാലകൾക്കിടയിലൂടെ അത് അവരെയും കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. നോഹ് തന്റെ മകനെ വിളിച്ചു. അവൻ വളരെ ദൂരെയായിരുന്നു. എന്റെ കുഞ്ഞുമോനെ, നീ ഞങ്ങളുടെ കൂടെ ഇതിൽ കയറുക. നീ സത്യനിഷേധികളോടൊപ്പമാകരുതേ. قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. അവൻ പറഞ്ഞു, ഞാനൊരു മലയിൽ അഭയം തേടിക്കൊള്ളാം, അതെന്നെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളും. നൂഹ് പറഞ്ഞു, ഇന്ന് ദൈവവിധിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒന്നുമില്ല, അവൻ കരുണ കാണിക്കുന്നവരൊഴികെ. അപ്പോഴേക്കും അവർക്കിടയിൽ തിരമാല മറയിട്ടു. അങ്ങനെ അവൻ മുങ്ങി മരിച്ചവരിൽ പെട്ടുപോയി. وقيل يا أرض ابلعي ماءك
سماك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. അപ്പോൾ കൽപ്പനയുണ്ടായി, ഓ ഭൂമി, നിന്നിലെ വെള്ളമൊക്കെ നീ കുടിച്ചു തീർക്കൂ. ആകാശമേ, മഴ നിർത്തൂ. വെള്ളം വറ്റുകയും കൽപ്പന നടപ്പാവുകയും ചെയ്തു. കപ്പൽ ജൂതി പർവ്വതത്തിന്മേൽ ചെന്നു നിന്നു. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനമുണ്ടായി, അക്രമികളായ ജനതയ്ക്ക് നാശം. ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. നോഹ് തന്റെ നാഥനെ വിളിച്ചു പറഞ്ഞു, നാഥ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവൻ തന്നെയാണല്ലോ. തീർച്ചയായും നിന്റെ വാഗ്ദാനം സത്യവുമാണ്. നീയോ വിധികർത്താക്കളിൽ ഏറ്റവും നന്നായി വിധി കൽപ്പിക്കുന്നവനും. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. അല്ലാഹു പറഞ്ഞു, നൂഹേ, നിശ്ചയമായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അവൻ ദുർവൃത്തിയാകുന്നു. അതിനാൽ യാഥാർത്ഥ്യം എന്തെന്ന് നിനക്കറിയാത്ത കാര്യം നീ എന്നോടാവശ്യപ്പെടരുത്. അവിവേകികളിൽ പെടരുതെന്ന് ഞാനിതാ നിന്നെ ഉപദേശിക്കുന്നു. قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. നൂഹ് പറഞ്ഞു, എന്റെ നാഥ, എനിക്കറിയാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടവനായിത്തീരും. قيل يا نوح اهبط بسلام منا وبركات عليك وعلى ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم. അദ്ദേഹത്തോട് പറഞ്ഞു, നൂഹേ, നീ കരക്കിറങ്ങുക. നമ്മിൽ നിന്നുള്ള സമാധാനം നിനക്കുണ്ട്. നിനക്കും നിന്നോടൊപ്പമുള്ള ചില സമൂഹങ്ങൾക്കും നമ്മുടെ അനുഗ്രഹവുമുണ്ട്. എന്നാൽ മറ്റു ചില സമൂഹങ്ങളുണ്ട്, അവർക്ക് നാം താൽക്കാലിക ജീവിത സുഖം നൽകും. പിന്നെ നമ്മിൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കുകയും ചെയ്യും. تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. നബിയെ, ഇതൊക്കെ അദൃശ്യകാര്യങ്ങളെ സംബന്ധിച്ച വർത്തമാനങ്ങളിൽപ്പെട്ടതാണ്. നിനക്ക് നാം അത് ബോധനം നൽകുന്നു. നീയോ നിന്റെ ജനതയോ ആരും തന്നെ ഇതിനു മുമ്പ് ഇതേക്കുറിച്ച് അറിയുമായിരുന്നില്ല. അതിനാൽ ക്ഷമിക്കുക, സംശയമില്ല, അവസാന ഫലം ഭക്തന്മാർക്കനുഗുണമായിരിക്കും. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു,
എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല. നിങ്ങൾ കെട്ടിച്ചമച്ചു കള്ളം പറയുന്നവർ മാത്രമാണ്. يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون. എന്റെ ജനമേ, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം എന്നെ പടച്ചവന്റേതു മാത്രമാണ്. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. എന്റെ ജനമേ, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് മാപ്പിരക്കുക, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. എങ്കിലവൻ നിങ്ങൾക്ക് മാനത്തുനിന്ന് വേണ്ടുവോളം മഴ വീഴ്ത്തിത്തരും. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശക്തി വളരെയേറെ വർദ്ധിപ്പിച്ചു തരും. അതിനാൽ പാപികളായി പിന്തിരിഞ്ഞു പോവരുത്. قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين. അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കുകേട്ട് മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ വെടിയുകയുമില്ല. ഞങ്ങൾ നിന്നിലൊട്ടും വിശ്വസിക്കുന്നുമില്ല. إن نقول إلا اعتراك بعض آلهتنا بسوء قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فكيدوني جميعا ثم لا تنظرون. ഞങ്ങൾക്ക് പറയാനുള്ളതിതാണ്, നിനക്ക് ഞങ്ങളുടെ ദൈവങ്ങളിൽ ആരുടെയോ ദോഷബാധയേറ്റിരിക്കുന്നു. ഹൂദ് പറഞ്ഞു, ഞാൻ അല്ലാഹുവെ സാക്ഷിയാക്കുന്നു, നിങ്ങളും സാക്ഷ്യം വഹിക്കുക. അല്ലാഹുവെ കൂടാതെ നിങ്ങൾ അവനിൽ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ മുക്തനാകുന്നു. അതിനാൽ നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക. നിങ്ങൾ എനിക്കൊട്ടും അവധി തരേണ്ടതില്ല. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഞാനിതാ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും നാഥനാണവൻ. ഒരു ജന്തുവുമില്ല അതിന്റെ മൂർധാവ് അവന്റെ പിടിയിലായിക്കൊണ്ടല്ലാതെ. എന്റെ നാഥൻ നേർവഴിയിലാകുന്നു തീർച്ച. فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ. ഏതൊരു സന്ദേശവുമായാണോ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായത്, അതു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അറിയുക, നിങ്ങൾക്കു പകരം മറ്റൊരു ജനതയെ എന്റെ നാഥൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവൻ ഒരു ദ്രോഹവും വരുത്താൻ നിങ്ങൾക്കാവില്ല. എന്റെ നാഥൻ എല്ലാ കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നവനാണ്.
ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ. നമ്മുടെ വിധി വന്നപ്പോൾ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ അനുഗ്രഹത്താൽ നാം രക്ഷപ്പെടുത്തി. കൊടിയ ശിക്ഷയിൽ നിന്ന് നാം അവരെ മോചിപ്പിച്ചു. وَتِلْكَ عَادٌ جَحَدُوا بِآيَاتِ رَبِّهِمْ وَعَصَوْا رُسُلَهُ وَاتَّبَعُوا أَمْرَ كُلِّ جَبَّارٍ عَنِيدٍ. അതാണ് ആദ് ജനത. തങ്ങളുടെ നാഥന്റെ പ്രമാണങ്ങളെ അവർ നിഷേധിച്ചു, അവന്റെ ദൂതന്മാരെ ധിക്കരിച്ചു. ധിക്കാരികളായ എല്ലാ സ്വേച്ഛാധിപതികളുടെയും കൽപ്പന പിൻപറ്റുകയും ചെയ്തു. وَأُتْبِعُوا فِي هَذِهِ الدُّنْيَا لَعْنَةً وَيَوْمَ الْقِيَامَةِ أَلَا إِنَّ عَادًا كَفَرُوا رَبَّهُمْ أَلَا بُعْدًا لِعَادٍ قَوْمِ هُودٍ. എന്നാൽ ഐഹിക ജീവിതത്തിലും ഉയിർത്തെഴുന്നേൽപ്പ് നാളിലും ശാപം അവരെ പിന്തുടരും. അറിയുക, ആദ് ജനത തങ്ങളുടെ നാഥനെ തള്ളിപ്പറഞ്ഞു. അതിനാൽ ഹൂദിന്റെ ജനതയായ ആദിന് നാശം. وَإِلَى ثَمُودَ أَخَاهُمْ صَالِحًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ هُوَ أَنشَأَكُم مِّنَ الْأَرْضِ وَاسْتَعْمَرَكُمْ فِيهَا فَاسْتَغْفِرُوهُ ثُمَّ تُوبُوا إِلَيْهِ إِنَّ رَبِّي قَرِيبٌ مُجِيبٌ. സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തി, നിങ്ങളെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ അവനോട് മാപ്പിരക്കുക, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. നിശ്ചയമായും എന്റെ നാഥൻ നിങ്ങൾക്ക് ഏറെ അടുത്തവനത്രേ. ഉത്തരം നൽകുന്നവനും അവൻ തന്നെ. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. അവർ പറഞ്ഞു, സ്വാലിഹേ, ഇതിനു മുമ്പ് നീ ഞങ്ങൾക്കിടയിൽ ഏറെ വേണ്ടപ്പെട്ടവനായിരുന്നു. നീ ഇപ്പോൾ ഞങ്ങളുടെ പൂർവികർ പൂജിച്ചിരുന്നവയെ ഞങ്ങൾ പൂജിക്കുന്നത് വിലക്കുകയാണോ? നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ സങ്കീർണമായ സംശയത്തിലാണ്. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. സ്വാലിഹ് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണം മുറുകെ പിടിക്കുന്നു. അവന്റെ അനുഗ്രഹം അവൻ എനിക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ടും ഞാൻ അല്ലാഹുവെ ധിക്കരിക്കുകയാണെങ്കിൽ അവന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് ആരാണെന്നെ രക്ഷിക്കുക? എനിക്ക് കൂടുതൽ നഷ്ടം വരുത്താനല്ലാതെ നിങ്ങൾക്കെന്തു ചെയ്യാൻ കഴിയും? وَيَا قَوْمِ هَٰذِهِ نَاقَةُ اللَّهِ لَكُمْ آيَةً
فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب قريب. എന്റെ ജനമേ, ഇതാ അല്ലാഹുവിന്റെ ഒട്ടകം. നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണിത്. അല്ലാഹുവിന്റെ ഭൂമിയിൽ മേഞ്ഞു നടക്കാൻ നിങ്ങൾ അതിനെ വിട്ടേക്കുക. നിങ്ങൾ അതിനൊരു ദ്രോഹവും വരുത്തരുത്. അങ്ങനെ ചെയ്താൽ അടുത്തുതന്നെ കടുത്ത ശിക്ഷ നിങ്ങളെ പിടികൂടും. فعقروها فقال تمتعوا في داركم 3 أيام ذلك وعد غير مكذوب. എന്നിട്ടും അവരതിനെ അറുകൊല ചെയ്തു. അപ്പോൾ സ്വാലിഹ് പറഞ്ഞു, നിങ്ങൾ ഇനി 3 ദിവസം മാത്രം നിങ്ങളുടെ വീടുകളിൽ സുഖിച്ചു കഴിയുക. ഒട്ടും പിഴവു പറ്റാത്ത സമയനിർണയമാണിത്. فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز. അങ്ങനെ നമ്മുടെ വിധി വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും നമ്മുടെ കാരുണ്യത്താൽ നാം രക്ഷപ്പെടുത്തി. അന്നാളിലെ അപമാനത്തിൽ നിന്നും നാം അവരെ മോചിപ്പിച്ചു. നിന്റെ നാഥൻ ശക്തനും അജയ്യനുമാണ്. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. അക്രമം കാണിച്ചവരെ ഘോരഗർജനം പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ തങ്ങളുടെ വീടുകളിൽ കമിഴ്ന്നു വീണു കിടക്കുന്നവരായി തീർന്നു. كأن لم يغنوا فيها ألا إن ثمود كفروا ربهم ألا بعدا لثمود. അവരവിടെ പാർത്തിട്ടേയില്ലെന്ന പോലെയായി. അറിയുക, സമൂദ് ഗോത്രം തങ്ങളുടെ നാഥനെ ധിക്കരിച്ചു. അതിനാൽ സമൂദ് ഗോത്രത്തിന് നാശം. ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ. നമ്മുടെ ദൂതന്മാർ ശുഭവൃത്താന്തവുമായി ഇബ്രാഹീമിനെ സമീപിച്ചു. അവർ പറഞ്ഞു, സലാം. അദ്ദേഹം പറഞ്ഞു, സലാം. ഒട്ടും വൈകാതെ അദ്ദേഹം വേവിച്ചു പാകം ചെയ്ത ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരെ സംബന്ധിച്ച് സംശയമായി. അവരെപ്പറ്റി പേടി തോന്നുകയും ചെയ്തു. അവർ പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب. ഇബ്രാഹീമിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ചു. അപ്പോൾ അവരെ ഇസ്ഹാക്കിനെപ്പറ്റിയും ഇസ്ഹാക്കിന് പിറകെ യാക്കൂബിനെപ്പറ്റിയും നാം ശുഭവാർത്ത അറിയിച്ചു. قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب. അവർ പറഞ്ഞു, എന്ത്, ഞാൻ പടുകിഴവിയായിരിക്കുന്നു, ഇനി പ്രസവിക്കുകയോ? എന്റെ ഭർത്താവും ഇതാ പടുവൃദ്ധനായിരിക്കുന്നു. ഇതൊരത്ഭുതകരമായ കാര്യം തന്നെ. قالوا أتعجبين من أمر الله
رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. ആ ദൂതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ വിധിയിൽ നീ അത്ഭുതപ്പെടുകയോ? ഇബ്രാഹീമിന്റെ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. അവൻ സ്തുത്യർഹനും ഏറെ മഹത്വമുള്ളവനുമാണ്. فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. അങ്ങനെ ഇബ്രാഹീമിന്റെ പരിഭ്രമം വിട്ടുമാറുകയും സന്തോഷവാർത്ത വന്നെത്തുകയും ചെയ്തപ്പോൾ ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മോട് തർക്കിക്കാൻ തുടങ്ങി. إن إبراهيم لحليم أواه منيب. ഉറപ്പായും ഇബ്രാഹീം ക്ഷമാശീലനും ഏറെ ദയാലുവുമാണ്, സദാ പശ്ചാത്തപിക്കുന്നവനും. يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. ഇബ്രാഹീമേ, ഇതങ്ങ് വിട്ടേക്കുക. നിശ്ചയമായും നിന്റെ നാഥന്റെ വിധി വന്നുകഴിഞ്ഞു. ആർക്കും തടുക്കാനാവാത്ത ശിക്ഷ അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുത്തെത്തി. അവരുടെ വരവിൽ അദ്ദേഹം അതീവ ദുഃഖിതനായി. അവരെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് നൊമ്പരം കൊണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് പ്രയാസകരമായ ദിനം തന്നെ. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد. ലൂത്തിന്റെ ജനത അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയടുത്തു. നേരത്തെ തന്നെ അവർ നീചവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു. ലൂത്ത് പറഞ്ഞു, എന്റെ ജനമേ, ഇതാ എന്റെ പെൺകുട്ടികൾ, ഇവരാണ് നിങ്ങൾക്ക് കൂടുതൽ വിശുദ്ധിയുള്ളവർ. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. എന്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനക്കേടിലാക്കാതിരിക്കുക. നിങ്ങളിൽ വിവേകമുള്ള ഒരാളുമില്ലേ? قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد. അവർ പറഞ്ഞു, നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്കൊരു താൽപ്പര്യവുമില്ലെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നിനക്കറിയാം. قال لو أن لي بكم قوة أو آوي إلى ركن شديد. ലൂത്ത് പറഞ്ഞു, നിങ്ങളെ നേരിടാൻ എനിക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായ ഒരു താങ്ങ് എനിക്ക് അവലംബിക്കാനുണ്ടായിരുന്നെങ്കിൽ. قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب. മലക്കുകൾ പറഞ്ഞു, ലൂത്തേ, ഞങ്ങൾ നിന്റെ നാഥന്റെ ദൂതന്മാരാണ്. ഈ ആളുകൾക്കൊരിക്കലും നിന്നെ തൊടാനാവില്ല. അതിനാൽ രാവേറെ കഴിഞ്ഞാൽ
നീ നിന്റെ കുടുംബത്തെ കൂട്ടി പുറപ്പെടുക. നിങ്ങളിലാരും തിരിഞ്ഞു നോക്കരുത്. പക്ഷേ നിന്റെ ഭാര്യ കൂടെ വരുന്നതല്ല. അക്കൂട്ടർക്കുള്ള ശിക്ഷ അവളെയും ബാധിക്കും. അവരുടെ നാശത്തിന്റെ നിശ്ചിത സമയം പ്രഭാതമാണ്. പ്രഭാതം എത്രയോ അടുത്തു തന്നെയല്ലേ. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തി. നാം ആ നാടിനെ കീഴ്മേൽ മറിച്ചു. അട്ടിയട്ടിയായി ചൂളവച്ച മൺകട്ടകൾ നാം ആ നാടിനുമേൽ വർഷിച്ചു. مسومة عند ربك وما هي من الظالمين ببعيد. ആ കട്ടകൾ നിന്റെ നാഥന്റെ അടുക്കൽ വെച്ച് അടയാളപ്പെടുത്തിയവയാണ്. ഈ ശിക്ഷയാവട്ടെ അത് ഈ അതിക്രമികളിൽ നിന്ന് ഒട്ടും വിദൂരമല്ല. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. മദിയൻ നിവാസികളിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല. നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. ഞാൻ നിങ്ങളെ കാണുന്നത് സുസ്ഥിതിയിലാണ്. അതോടൊപ്പം നിങ്ങളെയാകെ വലയം ചെയ്യുന്ന ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമോയെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. وَيَا قَوْمِ أَوْفُوا الْمِكْيَالَ وَالْمِيزَانَ بِالْقِسْطِ وَلَا تَبْخَسُوا النَّاسَ أَشْيَاءَهُمْ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. എന്റെ ജനമേ, നിങ്ങൾ നീതിയോടെ അളവിലും തൂക്കത്തിലും തികവ് വരുത്തുക. നിങ്ങൾ ജനങ്ങൾക്ക് അവരുടെ ചരക്കുകളിൽ കുറവ് വരുത്തരുത്. ഭൂമിയിൽ കുഴപ്പക്കാരായി കൂത്താടി നടക്കരുത്. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ വമാ അന അലൈക്കും ബിഹഫീദ്. അല്ലാഹു നിങ്ങൾക്കായി കരുതി വെക്കുന്നതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ ഞാൻ നിങ്ങളുടെ സംരക്ഷകനല്ല. ഖാലൂ യാ ശുഐബ് അസ്സലാതുക തഅമുറുക അൻ നത്രുക മാ യഅ്ബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ ഇന്നക ലഅൻതൽ ഹലീമുർ റശീദ്. അവർ പറഞ്ഞു, ശുഐബേ, നമ്മുടെ പിതാക്കന്മാർ പൂജിച്ചു പോരുന്നവയെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ ധനം ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യരുതെന്നും നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണ്. നീ വല്ലാത്തൊരു വിവേകശാലിയും സന്മാർഗിയും തന്നെ. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ശുഐബ് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള സ്പഷ്ടമായ പ്രമാണം മുറുകെ പിടിക്കുന്നവനാണ്. അവൻ എനിക്ക് തന്റെ പക്കൽ നിന്നുള്ള ഉത്തമ വിഭവം നൽകിയിരിക്കുന്നു.
എന്നിട്ടും ഞാൻ നന്ദി കെട്ടവനാവുകയോ? ഞാൻ നിങ്ങളെ വിലക്കുന്ന അതേ കാര്യം തന്നെ നിങ്ങൾക്കെതിരായി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിയാവുന്നിടത്തോളം നിങ്ങൾക്ക് നന്മ വരുത്തണമെന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാഹുവിലൂടെയല്ലാതെ എനിക്കൊന്നിനും ഒരു കഴിവും കിട്ടുന്നില്ല. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവങ്കലേക്ക് തന്നെ ഞാൻ എളിമയോടെ മടങ്ങിപ്പോവുകയും ചെയ്യും. وَيَا قَوْمِ لَا يَجْرِمَنَّكُمْ شِقَاقِي أَن يُصِيبَكُم مِّثْلُ مَا أَصَابَ قَوْمَ نُوحٍ أَوْ قَوْمَ هُودٍ أَوْ قَوْمَ صَالِحٍ وَمَا قَوْمُ لُوطٍ مِّنكُم بِبَعِيدٍ. എന്റെ ജനമേ, എന്നോടുള്ള എതിർപ്പ് നൂഹിന്റെയും സ്വാലിഹിന്റെയും ലൂത്തിന്റെയും ജനതയ്ക്ക് ബാധിച്ചതുപോലുള്ള ശിക്ഷ നിങ്ങളെയും ബാധിക്കാൻ ഇടവരുത്താതിരിക്കട്ടെ. ലൂത്തിന്റെ ജനത നിങ്ങളിൽ നിന്ന് ഏറെയൊന്നും അകലെയല്ലല്ലോ. واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود. നിങ്ങൾ നിങ്ങളുടെ നാഥനോട് മാപ്പിരക്കുക, എന്നിട്ട് അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. തീർച്ചയായും എന്റെ നാഥൻ പരമദയാലുവാണ്, ഏറെ സ്നേഹമുള്ളവനും. قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهطك لرجمناك وما أنت علينا بعزيز. അവർ പറഞ്ഞു, ശുഐബേ, നീ പറയുന്നവയിൽ ഏറെയും ഞങ്ങൾക്ക് മനസ്സിലാകുന്നേയില്ല. തീർച്ചയായും ഞങ്ങൾ അറിയുന്നു, ഞങ്ങളെക്കാൾ ഏറെ ദുർബലനാണ് നീയെന്ന്. നിന്റെ കുടുംബമില്ലായിരുന്നെങ്കിൽ എന്നോ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഒട്ടും അജയ്യനല്ല. قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط. ശുഐബ് ചോദിച്ചു, എന്റെ ജനമേ, എന്റെ കുടുംബമാണോ അല്ലാഹുവിനേക്കാൾ നിങ്ങൾക്ക് പ്രധാനം? അങ്ങനെ നിങ്ങൾ അവനെ നിസ്സാരമാക്കി പുറന്തള്ളുകയാണോ? എന്റെ നാഥൻ നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് തീർച്ച. وَيَا قَوْمِ اعْمَلُوا عَلَى مَكَانَتِكُمْ إِنِّي عَامِلٌ سَوْفَ تَعْلَمُونَ مَنْ يَأْتِيهِ عَذَابٌ يُخْزِيهِ وَمَنْ هُوَ كَاذِبٌ وَارْتَقِبُوا إِنِّي مَعَكُمْ رَقِيبٌ. എന്റെ ജനമേ, നിങ്ങൾ നിങ്ങളുടെ നിലപാട് പോലെ പ്രവർത്തിച്ചുകൊള്ളുക. തീർച്ചയായും ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അപമാനകരമായ ശിക്ഷ വന്നെത്തുകയെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും ഉറപ്പായും നിങ്ങൾ അടുത്തുതന്നെ അറിയും. നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാം. وَلَمَّا جَاءَ أَمْرُنَا نَجَّيْنَا شُعَيْبًا وَالَّذِينَ آمَنُوا مَعَهُ بِرَحْمَةٍ مِنَّا وَأَخَذَتِ الَّذِينَ ظَلَمُوا الصَّيْحَةُ فَأَصْبَحُوا فِي دِيَارِهِمْ جَاثِمِينَ. അവസാനം നമ്മുടെ വിധി വന്നപ്പോൾ ശുഐബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം നമ്മുടെ കാരുണ്യത്താൽ രക്ഷപ്പെടുത്തി. അക്രമം കാണിച്ചവരെ ഘോരഗർജനം പിടികൂടി. അങ്ങനെ അവർ പ്രഭാതത്തിൽ തങ്ങളുടെ വീടുകളിൽ കമിഴ്ന്നു വീണു കിടക്കുന്നവരായി തീർന്നു. كَأَن لَّمْ يَغْنَوْا فِيهَا أَلَا بُعْدًا لِّمَدْيَنَ كَمَا بَعِدَتْ ثَمُودُ. അവരവിടെ പാർത്തിട്ടേയില്ലെന്ന പോലെ അറിയുക, മദിയൻവാസികൾ പൂർണ്ണമായും തൂത്തെറിയപ്പെട്ടു. സമൂത് ഗോത്രം തൂത്തെറിയപ്പെട്ട പോലെ തന്നെ.
وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا وَسُلْطَانٍ مُبِينٍ മൂസായെ നാം നമ്മുടെ പ്രമാണങ്ങളും വ്യക്തമായ അടയാളങ്ങളുമായി അയച്ചു. إِلَى فِرْعَوْنَ وَمَلَئِهِ فَاتَّبَعُوا أَمْرَ فِرْعَوْنَ وَمَا أَمْرُ فِرْعَوْنَ بِرَشِيدٍ. ഫിർഔന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക്. എന്നിട്ടും അവർ ഫിർഔന്റെ കൽപ്പന പിൻപറ്റുകയാണുണ്ടായത്. ഫിർഔന്റെ കൽപ്പനയോ അതൊട്ടും വിവേകപൂർവമായിരുന്നില്ല. يَقْدُمُ قَوْمَهُ يَوْمَ الْقِيَامَةِ فَأَوْرَدَهُمُ النَّارَ وَبِئْسَ الْوِرْدُ الْمَوْرُودُ. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഫിർഔൻ തന്റെ ജനതയുടെ മുന്നിലുണ്ടായിരിക്കും. അങ്ങനെ അവൻ അവരെ നരകത്തീയിലേക്ക് നയിക്കും. ചെന്നെത്താവുന്നതിൽ ഏറ്റവും ചീത്തയായ ഇടമാണത്. وَأُتْبِعُوا فِي هَذِهِ لَعْنَةً وَيَوْمَ الْقِيَامَةِ بِئْسَ الرِّفْدُ الْمَرْفُودُ. ഈ ലോകത്ത് ശാപം അവരെ പിന്തുടർന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിലും അതങ്ങനെ തന്നെ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ സമ്മാനമാണത്. ذَلِكَ مِنْ أَنْبَاءِ الْقُرَى نَقُصُّهُ عَلَيْكَ مِنْهَا قَائِمٌ وَحَصِيدٌ. വിവിധ നാടുകളിലെ സംഭവ കഥകളിൽ ചിലതാണിത്. നാം അത് നിനക്ക് വിവരിച്ചു തരുന്നു. ആ നാടുകളിൽ ചിലത് ഇന്നും നിലനിൽക്കുന്നുണ്ട്, ചിലത് നിശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. وَمَا ظَلَمْنَاهُمْ وَلَكِنْ ظَلَمُوا أَنفُسَهُمْ فَمَا أَغْنَتْ عَنْهُمْ آلِهَتُهُمُ الَّتِي يَدْعُونَ مِن دُونِ اللَّهِ مِن شَيْءٍ لَّمَّا جَاءَ أَمْرُ رَبِّكَ وَمَا زَادُوهُمْ غَيْرَ تَتْبِيبٍ. നാം അവരോട് ഒരതിക്രമവും കാണിച്ചിട്ടില്ല. അവർ തങ്ങളോട് തന്നെ അതിക്രമം കാണിക്കുകയായിരുന്നു. നിന്റെ നാഥന്റെ വിധി വന്നു. അപ്പോൾ അല്ലാഹുവെ വിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾക്കൊന്നും അവർക്കൊരുപകാരവും ചെയ്യാനായില്ല. അവർക്കവ നാശമല്ലാതൊന്നും വർദ്ധിപ്പിച്ചു കൊടുത്തതുമില്ല. وَكَذَلِكَ أَخْذُ رَبِّكَ إِذَا أَخَذَ الْقُرَى وَهِيَ ظَالِمَةٌ إِنَّ أَخْذَهُ أَلِيمٌ شَدِيدٌ. നാട്ടുകാർ അക്രമികളായിരിക്കെ അവരെ പിടികൂടുകയാണെങ്കിൽ ഇவ்விധമാണ് നിന്റെ നാഥൻ പിടികൂടുക. അവന്റെ പിടുത്തം വേദനയേറിയതും കഠിനവും തന്നെ. إِنَّ فِي ذَلِكَ لَآيَةً لِمَنْ خَافَ عَذَابَ الْآخِرَةِ ذَلِكَ يَوْمٌ مَجْمُوعٌ لَهُ النَّاسُ وَذَلِكَ يَوْمٌ مَشْهُودٌ. പരലോകശിക്ഷ പേടിക്കുന്നവർക്ക് തീർച്ചയായും ഇതിൽ വ്യക്തമായ തെളിവുണ്ട്. മുഴുവൻ മനുഷ്യരും ഒരിടത്തൊരുമിച്ചു കൂടുന്ന ദിനമാണതുണ്ടാവുക. എല്ലാറ്റിനും സാക്ഷ്യമുണ്ടാകുന്ന ദിനമാണത്. وَمَا نُؤَخِّرُهُ إِلَّا لِأَجَلٍ مَّعْدُودٍ. നിശ്ചയിക്കപ്പെട്ട ഒരവധി വരെയല്ലാതെ നാം അത് നീട്ടിവെക്കുകയില്ല. يَوْمَ يَأْتِ لَا تَكَلَّمُ نَفْسٌ إِلَّا بِإِذْنِهِ فَمِنْهُمْ شَقِيٌّ وَسَعِيدٌ. അത് വന്നെത്തുന്ന ദിനം അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ആർക്കും ഒന്നും പറയാനാവില്ല. അവരിൽ കുറെ പേർ നിർഭാഗ്യവാന്മാരായിരിക്കും, കുറെ പേർ സൗഭാഗ്യവാന്മാരും. فَأَمَّا الَّذِينَ شَقُوا فَفِي النَّارِ لَهُمْ فِيهَا زَفِيرٌ وَشَهِيقٌ. നിർഭാഗ്യവാന്മാർ നരകത്തിലായിരിക്കും.
അവരവിടെ കിതച്ചുകൊണ്ടും ചീറിക്കൊണ്ടുമിരിക്കും. خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد. ആകാശഭൂമികളുള്ളയിടത്തോളം കാലം അവരവിടെ സ്ഥിരവാസികളായിരിക്കും. നിന്റെ നാഥൻ ഇച്ഛിച്ച കാലമൊഴികെ തീർച്ചയായും നിന്റെ നാഥൻ താൻ ഇച്ഛിക്കുന്നത് നടപ്പാക്കുന്നവനാണ്. وَأَمَّا الَّذِينَ سُعِدُوا فَفِي الْجَنَّةِ خَالِدِينَ فِيهَا مَا دَامَتِ السَّمَاوَاتُ وَالْأَرْضُ إِلَّا مَا شَاءَ رَبُّكَ عَطَاءً غَيْرَ مَجْذُوذٍ. എന്നാൽ സൗഭാഗ്യവാന്മാർ സ്വർഗത്തിലായിരിക്കും. ആകാശഭൂമികളുള്ളയിടത്തോളം കാലം അവരതിൽ നിത്യവാസികളായിരിക്കും, നിന്റെ നാഥൻ നിശ്ചയിക്കുന്ന കാലമൊഴികെ. അനുസ്യൂതമായ അനുഗ്രഹദാനം. فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وَإِنَّا لَمُوَفُّوهُمْ نَصِيبَهُمْ غَيْرَ مَنْقُوصٍ. ഇക്കൂട്ടർ പൂജിച്ചുകൊണ്ടിരിക്കുന്നവയെ സംബന്ധിച്ച് നിനക്കൊരിക്കലും സംശയം വേണ്ട. മുമ്പ് ഇവരുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന പോലെ തന്നെയാണ് ഇന്നിവരും പൂജ നടത്തുന്നത്. ഇവരുടെ വിഹിതം ഒട്ടും കുറവ് വരുത്താതെ നാം അവർക്ക് അവരുടെ ശിക്ഷ നൽകുന്നതാണ്. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَاخْتُلِفَ فِيهِ وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ وَإِنَّهُمْ لَفِي شَكٍّ مِّنْهُ مُرِيبٍ. മൂസാക്കു നാം വേദഗ്രന്ഥം നൽകി. അപ്പോഴതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. നിന്റെ നാഥനിൽ നിന്ന് നേരത്തെ തീരുമാനപ്രഖ്യാപനം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ അക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ വിധി കൽപ്പിക്കുമായിരുന്നു. തീർച്ചയായും അവരിക്കാര്യത്തിൽ ആശങ്കാകുലമായ സംശയത്തിലാണ്. وَإِنَّ كُلًّا لَّمَّا لَيُوَفِّيَنَّهُمْ رَبُّكَ أَعْمَالَهُمْ إِنَّهُ بِمَا يَعْمَلُونَ خَبِيرٌ. അവരിൽ ഓരോരുത്തർക്കും നിന്റെ നാഥൻ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം പൂർണ്ണമായി നൽകുക തന്നെ ചെയ്യും. നിശ്ചയമായും അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണവൻ. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. നിന്നോട് കൽപ്പിച്ച വിധം നീയും നിന്നോടൊപ്പം പശ്ചാത്തപിച്ചു മടങ്ങിയവരും നേർവഴിയിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ പരിധി ലംഘിക്കരുത്. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി കാണുന്നവനാണവൻ. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. അതിക്രമം കാണിച്ചവരുടെ ഭാഗത്തേക്ക് നിങ്ങൾ ചായരുത്. അങ്ങനെ ചെയ്താൽ നരകം നിങ്ങളെ പിടികൂടും. അല്ലാഹു ഒഴികെ നിങ്ങൾക്ക് രക്ഷകരായി ആരുമില്ല. പിന്നീട് നിങ്ങൾക്കൊരു സഹായവും ലഭിക്കുകയുമില്ല. وَأَقِمِ الصَّلَاةَ طَرَفَيِ النَّهَارِ وَزُلَفًا مِّنَ اللَّيْلِ إِنَّ الْحَسَنَاتِ يُذْهِبْنَ السَّيِّئَاتِ ذَلِكَ ذِكْرَى لِلذَّاكِرِينَ. പകലിന്റെ രണ്ടറ്റങ്ങളിലും
രാവ് അല്പം ചെല്ലുമ്പോഴും നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. തീർച്ചയായും സദ്വൃത്തികൾ ദുർവൃത്തികളെ ദൂരീകരിക്കും. ആലോചിച്ചറിയുന്നവർക്കുള്ള ഉദ്ബോധനമാണിത്. واصبر فإن الله لا يضيع أجر المحسنين. ക്ഷമിക്കുക, സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം അല്ലാഹു ഒട്ടും നഷ്ടപ്പെടുത്തുകയില്ല. ഉറപ്പ്. فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് തടയുന്ന ഉത്തമ പാരമ്പര്യമുള്ള ഒരു വിഭാഗം ഉണ്ടാവാതിരുന്നതെന്തുകൊണ്ട്? അവരിൽ നിന്നും നാം രക്ഷപ്പെടുത്തിയ വളരെ കുറച്ചു പേരൊഴികെ. അക്രമികൾ തങ്ങൾക്ക് കിട്ടിയ സുഖസൗകര്യങ്ങളുടെ പിറകെ പോവുകയാണുണ്ടായത്. അവർ കുറ്റവാളികളായിരുന്നു. وما كان ربك ليهلك القرى بظلم وأهلها مصلحون. നാട്ടുകാർ സൽകൃത്യങ്ങൾ ചെയ്യുന്നവരായിരിക്കെ അല്ലാഹു അക്രമമായി ആ നാടുകളെ നശിപ്പിക്കുകയില്ല. ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين. നിന്റെ നാഥൻ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവൻ മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين. നിന്റെ നാഥൻ അനുഗ്രഹിച്ചവരൊഴികെ അതിനുവേണ്ടിയാണ് അവൻ അവരെ സൃഷ്ടിച്ചത്. ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടവരെക്കൊണ്ട് നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യുമെന്ന നിന്റെ നാഥന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു. وَكُلًّا نَّقُصُّ عَلَيْكَ مِنْ أَنبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ وَجَاءَكَ فِي هَٰذِهِ الْحَقُّ وَمَوْعِظَةٌ وَذِكْرَىٰ لِلْمُؤْمِنِينَ. ദൈവദൂതന്മാരുടെ വാർത്തകളിൽ നിന്ന് നിന്റെ മനസ്സിന് ദൃഢത നൽകുന്നതെല്ലാം നിനക്ക് നാം പറഞ്ഞു തരുന്നു. ഇതിലൂടെ യഥാർത്ഥ ജ്ഞാനവും സത്യവിശ്വാസികൾക്കുള്ള സതുപദേശവും ഉദ്ബോധനവും നിനക്ക് വന്നെത്തിയിരിക്കുന്നു. وَقُل لِّلَّذِينَ لَا يُؤْمِنُونَ اعْمَلُوا عَلَىٰ مَكَانَتِكُمْ إِنَّا عَامِلُونَ. വിശ്വസിക്കാത്തവരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുക, ഞങ്ങളും പ്രവർത്തിക്കുന്നതാണ്. وَانتَظِرُوا إِنَّا مُنتَظِرُونَ. നിങ്ങൾ കാത്തിരിക്കുക, ഉറപ്പായും ഞങ്ങളും കാത്തിരിക്കാം. وَلِلَّهِ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ وَإِلَيْهِ يُرْجَعُ الْأَمْرُ كُلُّهُ فَاعْبُدْهُ وَتَوَكَّلْ عَلَيْهِ وَمَا رَبُّكَ بِغَافِلٍ عَمَّا تَعْمَلُونَ. ആകാശഭൂമികളിൽ മറഞ്ഞിരിക്കുന്നതൊക്കെയും അല്ലാഹുവിനുള്ളതാണ്. അവസാനം എല്ലാം മടങ്ങിയെത്തുന്നതും അവങ്കലേക്ക് തന്നെ. അതിനാൽ നീ അവനു മാത്രം വഴിപ്പെടുക, അവനിൽ ഭരമേൽപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റിയൊന്നും നിന്റെ നാഥൻ ഒട്ടും അശ്രദ്ധനല്ല.